എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് എനിക്കിവിടെ ഒരു പ്രസൻറ്റേഷൻ അവതരിപ്പിക്കാനായിട്ട് അവസരം തന്ന എസൻസ് ഗ്ലോബൽ കോട്ടയത്തിൻ്റെ പ്രവർത്തകർക്ക് നന്ദി പറയുന്നു. കാക്കിക്കുള്ളിലെ കൊലാകാരന്മാർ അല്ലെങ്കിൽ കലാകാരന്മാർ, ഇഷ്ടമുള്ളതുപോലെ വായിക്കുക, അങ്ങനെയാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. കാക്കിക്കുള്ളിലെ എല്ലാ മനുഷ്യരെയും കാക്കിയെയും വിമർശിക്കാനായിട്ടല്ല ഈ പ്രസൻറ്റേഷൻ എന്ന് ആദ്യമേ പറയുന്നു. പോലീസുകാരെ അടച്ചാക്ഷേപിക്കാനോ പോലീസുകാർ മുഴുവൻ കുറ്റവാളികളാണെന്ന് സ്ഥാപിക്കാനോ ശ്രമിക്കുന്നുമില്ല. പക്ഷേ അബദ്ധവശാൽ എല്ലാ കൂട്ടത്തിലും എന്നതുപോലെ പോലീസിൻ്റെ ഇടയിലേക്കും കുറേ ക്രിമിനലുകളും കുറേ ഗുണ്ടാ മനസ്സുള്ള ആളുകളുമൊക്കെ കടന്നുകൂടിയിട്ടുണ്ട്. പോലീസിൻ്റെ ആദ്യകാലം തൊട്ടേ അത്തരക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. അവരവരുടെ ഗുണ്ടാ വിളയാട്ടം ഈ യൂണിഫോമിനകത്ത് നിന്ന് നടത്തുന്നുമുണ്ട്. അപ്പം നമുക്ക് വളരെ പണ്ട് കാലം തൊട്ടേ കസ്റ്റഡി മരണങ്ങളും ലോക്കപ്പ് മരണങ്ങളുമൊക്കെ വാർത്തകളിൽ സജീവമായിട്ട് നമ്മൾ വായിക്കാറുമുണ്ട്. ചരിത്രപരമായിട്ട് തന്നെ പോലീസ് ഒരു മർദ്ദന ഉപാധിയായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത് ഭരണകൂടത്തിൻ്റെ. അപ്പം EMSൻ്റെ മന്ത്രിസഭ രൂപീകരിച്ചതിന് ശേഷം കേരളത്തിൽ നടന്നിട്ടുള്ള പ്രസിദ്ധങ്ങളായ ചില കസ്റ്റഡി മരണങ്ങളെയും ചില പ്രസിദ്ധങ്ങളായ ലോക്കപ്പ് മർദ്ദനങ്ങളെയും ഒന്ന് പരിചയപ്പെടുത്തുക, വെറുതെ എല്ലാം ഒന്ന് ഓർക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഈ പ്രസൻറ്റേഷനുള്ളൂ. പോലീസ് എന്നാലൊരു സ്റ്റേറ്റ് അതിൻ്റെ പൗരന് കൊടുക്കേണ്ട സ്വത്തിനും ജീവനും അവൻ്റെ മാന്യതയ്ക്കും കൊടുക്കേണ്ട സംരക്ഷണം നൽകാനായി സ്റ്റേറ്റ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഏജൻസിയാണ് പോലീസ്. നമ്മളുടെ അന്തസ്സിനെയും നമ്മളുടെ മാന്യതയെയും കൂടെ സംരക്ഷിക്കേണ്ട ബാധ്യത സ്റ്റേറ്റിനുണ്ട്. അത് ഏൽപ്പിച്ച് കൊടുത്തിരിക്കുന്നത് പോലീസിനാണ്. എത്ര പോലീസുകാരെ ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള, മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കാനായിട്ട് മുന്നിട്ടിറങ്ങുന്ന എത്ര പോലീസുകാർ നമ്മളുടെ കൂട്ടത്തിലുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലുണ്ട് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. കൊളോണിയൽ ട്രെയിനിങ് കിട്ടിയ പോലീസുകാരുടെ ഒരു പാരമ്പര്യം ഇപ്പോഴും ഇങ്ങനെ അവിടെ ഇവിടെയും കിടക്കുന്നുണ്ട് അവരുടെ ഉള്ളിൽ. അത് അവരിപ്പോഴും തുടർന്ന് പോകുന്നുണ്ട്. നമ്മളുടെ സ്വത്തിനെയും ജീവനെയും സംരക്ഷിക്കാൻ ഏൽപ്പിച്ച് കൊടുത്തിരിക്കുന്ന ആൾക്കാർ തന്നെ അതിനെ ഹനിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് കേരളത്തിൽ നമ്മൾ അടുത്ത കാലത്ത് നെടുങ്കണ്ടത്തുൾപ്പെടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം പോലീസുകാർക്ക്, ഈ കലാകാരന്മാർക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉള്ളതുപോലെ, വിവിധ കലാ മേഖലകളിൽ അവർക്ക് പ്രാവീണ്യം ഉള്ളതുപോലെ പോലീസുകാർക്കും ചില ഉപകരണങ്ങളും ചില രീതികളുമൊക്കെ ഉണ്ട് മർദ്ദിക്കുന്നതിന്. അപ്പം അതിൽ ഏറ്റവും പ്രശസ്തമായ മർദ്ദന വിദ്യയാണ് ഉരുട്ടൽ. ഉരുട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റഡിയിൽ കിട്ടുന്ന ഒരു പ്രതിയെ ഒരു ബെഞ്ചിലോ വെറും തറയിലോ കമഴ്ത്തി കിടത്തിയിട്ട് അയാളുടെ തൊടയിൽ ഭാരമുള്ള ഒരു ഇരുമ്പ് ദണ്ടോ അല്ലെങ്കിൽ ഒരു ഒലക്കയോ ഒക്കെ എടുത്ത് തൊടയിൽ വെച്ചതിന് ശേഷം രണ്ടറ്റത്തും രണ്ട് പോലീസുകാർ കയറി ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്തിട്ട് തൊടയിലൂടെ ആ ദണ്ടിട്ട് ഉരുട്ടും. സംഭവിക്കുന്നത് തൊടയിലെ അസ്ഥിയിൽ നിന്നും മാംസം വേർവിട്ട് പോവുകയോ രക്തക്കുഴലുകൾ പൊട്ടിപ്പോവുകയോ ചെയ്യും. അങ്ങനെ മരണം വരെ സംഭവിക്കാം. നിരവധി ആൾക്കാർ അങ്ങനെ മരിച്ചിട്ടുമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റൊരു മെത്തേഡാണ് അയൺ ബോക്സ് മെത്തേഡ്. അതായത് പിടിക്കപ്പെടുന്ന പ്രതിയുടെ പ്രൈവറ്റ് ഭാഗങ്ങളിൽ തേപ്പ് തൊട്ട് ചൂടാക്കി പൊള്ളിക്കുക. ഇതൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതാണ് വേറൊരു റോക്കറ്റ് മെത്തേഡ് എന്ന് പറയുന്നൊരു മെത്തേഡുണ്ട്. പേര് കേൾക്കുമ്പം തന്നെ അറിയാം എന്താ ഒരു പ്രത്യേകത ഉണ്ട്. ഒരാളെ തല കീഴായി കെട്ടിത്തൂക്കിയിട്ട് റോക്കറ്റ് ഇടുക എന്നാണ് പറയുന്നത്. തല കീഴായി കെട്ടിത്തൂക്കിയിട്ടിട്ട് കരണ്ട് അടുപ്പിക്കുക, മുതുകത്തിട്ട് അടിക്കുക, ചാട്ടവാറ് കൊണ്ട് തല്ലുക, ലാത്തിക്കടിക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. എയറോപ്ലെയിൻ മെത്തേഡും സമാനമായ മെത്തേഡാണ്. ഇലക്ട്രിക് ഷോക്ക് കൊടുക്കാറുണ്ട്, ഇപ്പോഴും കൊടുക്കാറുണ്ട്. ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്നത് ഒന്നെങ്കിൽ ഇലക്ട്രിക് കരണ്ട് ഏതെങ്കിലും ഒരു സ്രോതസ്സിലേക്ക് അവരെ കൊണ്ട് മൂത്രം ഒഴിപ്പിക്കും. അപ്പോൾ അവരുടെ പ്രൈവറ്റ് ഭാഗങ്ങളിൽ അവർക്ക് അസഹനീയമായ വേദന അനുഭവപ്പെടുമല്ലോ. അല്ലെങ്കിൽ ഒരു കസേരയിൽ കെട്ടിയിട്ടിട്ട് നേരിട്ട് ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്ന പരിപാടിയുണ്ട്. മറ്റൊരെണ്ണമാണ് ഗരുഡം തൂക്കം. ഇത് ഈ അടുത്ത കാലത്ത്, കുറച്ച് കാലം മുമ്പ് സമ്പത്ത് എന്ന് പറയുന്ന ഒരാൾ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടായിരുന്നു. സമ്പത്തിന് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു മുകളിലെ റൂഫിൽ രണ്ട് കൈയും പിന്നിലേക്കാക്കി കെട്ടി തൂക്കിയിടും. മണിക്കൂറുകളോളം അങ്ങനെ തൂക്കിയിടും. ഒന്നെങ്കിൽ ഇവിടുത്തെ ജോയിൻസൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഗുരുതരമായ വേദനയും പരിക്കുകളും അദ്ദേഹത്തിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റൊന്നാണ് സ്ത്രീകളോട് ചെയ്യുന്നൊരു പരിപാടിയാണ്. അവരുടെ ജനനേന്ദ്രിയത്തിലേക്ക് മുളക് പൊടി കുത്തിക്കയറ്റുന്നൊരു പരിപാടി. ഇതും ഈ നെടുങ്കണ്ടത്ത് അവസാനം നടന്ന കേസിൽ അതിലൊരു പ്രതിയെ, ഒരു വനിത ഉണ്ടായിരുന്നു, മൂന്നാം പ്രതി,
അവരുടെ ജനനേന്ദ്രിയത്തിലേക്ക് മുളക് പൊടി കയറ്റിയതായിട്ട് നമ്മൾ പത്രത്തിൽ വായിച്ചു. ഇപ്പോഴും ചെയ്യുന്ന പരിപാടിയാണ് ഈ മുളക് പൊടി അടിച്ചു കയറ്റൽ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് പോലീസുകാർ പലപ്പോഴും കേസ് തെളിയിക്കുന്നത്. മൂന്നാം മുറ എന്നാണ് ഇതിനെ പറയുന്നത്. ശാസ്ത്രീയമായ നിരവധി മാർഗങ്ങളുണ്ടെന്നിരിക്കെ പോലീസുകാർക്ക് പക്ഷേ ഇപ്പോഴും മൂന്നാം മുറയിലൂടെ തന്നെ കേസ് തെളിയിക്കാൻ അറിയത്തുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള പോലീസുകാർക്ക് ശാസ്ത്രീയമായിട്ട് കേസ് തെളിയിക്കാനുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അവരെ ട്രെയിൻ ചെയ്യിക്കുന്നത് അടിക്കാനും ഇടിക്കാനും ഒക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് അവർ പുറത്ത് വന്നതിന് ശേഷം അത് തുടർന്നും പോകുന്നത്. അജിതയെ എല്ലാവർക്കും അറിയാൻ പറ്റും. കേരളത്തിലെ ഒരു കാലത്ത് 1960കളുടെ അവസാനം പശ്ചിമ ബംഗാളിലെ നക്സൽബാരി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഉണ്ടായ ഒരു സായുധ കർഷക വിപ്ലവത്തിൻ്റെ സ്വാധീനത്താൽ കേരളത്തിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ പ്രചോദിതരാകുകയും കേരളത്തിലും അത്തരം സായുധ സമരങ്ങളിലൂടെ ഒരു അട്ടിമറി നടത്തി കുറച്ചും കൂടെ മികച്ച സിസ്റ്റം കൊണ്ടുവരാൻ പറ്റും എന്ന് വിശ്വസിച്ചിരുന്ന ഒരു പറ്റം ചെറുപ്പക്കാരാണ് അജിതയും കൂട്ടരും. നമ്മളവരെ നക്സലൈറ്റുകളെന്നാണ് അന്ന് വിളിക്കുന്നത്. അജിത ഈ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുമായി ചേർന്ന് പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തും തലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തും പോലീസ് സ്റ്റേഷൻ ആക്രമണം സംഘടിപ്പിക്കുകയുണ്ടായി. പുൽപ്പള്ളി കേസിലാണ് അജിത നേരിട്ട് പങ്കെടുത്തത്. അജിത പുൽപ്പള്ളി സംഭവത്തിന് ശേഷം അവർ കാട്ടിലൂടെ നടന്ന് നിരവധി ദിവസങ്ങൾക്ക് ശേഷം ഒരു ഗ്രാമത്തിലെത്തുകയും ആ ഗ്രാമത്തിൽ വെച്ച് അജിതയും കൂട്ടരെയും പോലീസ് പിടിക്കുകയും ചെയ്തു. പിടിച്ചതിന് ശേഷം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിക്രൂരമായിട്ട് അജിതയെ മർദ്ദിച്ചു. അജിതയെ മർദ്ദിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ ഒരു സ്ത്രീ ആയതുകൊണ്ടൊരു പരിഗണന കൊടുത്തിട്ടുണ്ടാവും. അജിതയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ ക്രൂരമായി മർദ്ദിക്കുകയും വയറിൽ തൊഴിക്കുക, കുനിച്ചു നിർത്തി ഇടിക്കുക, അജിതയെ പേടിപ്പിക്കാനും കൂടെ ആയിരിക്കണം. അജിതയുടെ മുമ്പിൽ വെച്ച് ഇത്തരം ക്രൂരമായ മർദ്ദനങ്ങളൊക്കെ പുറത്തെടുത്തു. അതിനുശേഷം അജിതയുടെ ഓർമ്മക്കുറിപ്പുകളിൽ ഉള്ള ഒരു വാക്യമാണ്, ഇടയ്ക്കിടയ്ക്ക് അവർ എൻ്റെയും വയർ ലാക്കാക്കി കുത്തുകയും ഷൂസിട്ട കാലുകൊണ്ട് ആഞ്ഞ് ചവിട്ടുകയും ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ വേദന ഞാൻ അറിഞ്ഞതേയില്ല. ഒരു പോലീസുകാരൻ SIയുടെ ആജ്ഞപ്രകാരം എൻ്റെ ഒരു കാലിൻ്റെ തള്ളവിരലിൽ ലാത്തിയുടെ വണ്ണം കുറഞ്ഞ അറ്റം കുത്തി 2 കൈകൊണ്ടും അമർത്തി പിടിച്ചുകൊണ്ടിരുന്നു. ഇത് വളരെ സാമ്പിളാണ്. ഇതിനേക്കാളും ക്രൂരമായ മർദ്ദനമാണ് അജിത അവിടെ നേരിടേണ്ടിയിട്ട് വന്നത്. അജിത പിടിക്കപ്പെട്ടതിന് ശേഷം അജിതയെ ഒരു പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരു കൊടിമരത്തിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് അവരുടെ വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞു, സാരിയൊക്കെ ഉരിഞ്ഞിട്ട് ഒരു ബ്ലൗസും ഒരു പാൻസും മാത്രം ഇട്ട് അവരെ പൊതുപ്രദർശനത്തിന് വെച്ചു കൊടുത്തു. ഇങ്ങനെ അതാണ് കുറച്ചും കൂടെ നല്ല ഫോട്ടോ. എന്നിട്ട് ആ പോലീസുകാരുടെ മുഖഭാവം ശ്രദ്ധിക്കുക, അവരെന്തോ കണ്ട് അട്ടഹസിക്കുകയാണ്. അവരെ ഇങ്ങനെ നിർത്തിയിട്ട് പ്രദർശിപ്പിക്കുകയാണ്. ആൾക്കാരെ ഈ ഷോ നടത്തുന്ന പോലെയാണ് അവർ അന്ന് ചെയ്തത്. അതിനുശേഷം അവരൊരു ലോറിയിൽ കയറ്റിയിട്ട് വേറൊരു ക്യാമ്പിലേക്ക്, മാനന്തവാടി എന്ന് പറഞ്ഞൊരു പോലീസ് അങ്ങോട്ട് കൊണ്ടുപോകണ്ട. ഈ ലോറിയിൽ വെച്ചും ഇവരെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു. ലോറിയിൽ വെച്ചാണ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു നക്സലൈറ്റ് പ്രവർത്തകൻ്റെ താടി രോമങ്ങൾ പിഴുതെടുക്കാൻ പറഞ്ഞു. അവരോടല്ല, പോലീസുകാരല്ല, കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് പറഞ്ഞു. ഓരോ താടി രോമങ്ങളും പിഴുതാനായിട്ട് ഓരോ ആൾക്കാരെ ഏൽപ്പിച്ച്, ആരെങ്കിലും പിഴുതില്ലെങ്കിൽ അവനെ അപ്പം ഇടിക്കും. അപ്പോൾ സ്വന്തം കൂടെ ഉള്ള ആളുകളുടെ താടി രോമങ്ങൾ, രാമൻ നായർ എന്ന് പറയുന്ന ആളുടെ താടി രോമങ്ങളാണ് പിഴുതെടുത്തത്. അങ്ങനെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായ അജിത സ്റ്റേഷനിൽ നിന്നും പിന്നെ പോയത് സബ് ജയിലിലേക്കാണ്. അവിടെയും ഈ പീഡനം തുടർന്നു. അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ അവർക്ക് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സ്ത്രീയാണ്. എല്ലാവർക്കും അറിയാം, മലയാളി അത്ര പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ലാത്തൊരു പേരാണ് വർഗീസ്. വർഗീസ് യഥാർത്ഥത്തിൽ അജിതയുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരു നക്സൽ പ്രവർത്തകനായിരുന്നു. തലശ്ശേരി പുൽപ്പള്ളി കലാപത്തിലും അതിനുശേഷം നടന്ന പോലീസ് സ്റ്റേഷൻ ആക്രമണങ്ങളിലും ഉന്മൂലനങ്ങളിലും വർഗീസ് നേതാവായും സജീവ പങ്കാളിയായും നിലനിന്നിരുന്നു. വർഗീസിനെ പോലീസ് പിടികൂടുന്നത് ഒരു വീട്ടിൽ വെച്ചാണ്. ആ വീട്ടിൽ അദ്ദേഹം ഒറ്റയ്ക്ക് ഉറങ്ങുന്ന സമയത്ത് വീട് വളഞ്ഞാണ് പോലീസ് പിടികൂടുന്നത്. പോലീസ് പിടികൂടിയതിന് ശേഷം അദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് വേറെ ഒരു കൂട്ടം ജീപ്പുകൾ ഈ കൊണ്ടുപോകുന്ന ജീപ്പിനെ തടയുകയും ലക്ഷ്മണ എന്ന ഒരു പോലീസുകാരൻ്റെ നേതൃത്വത്തിൽ വർഗീസിനെ പുതിയതായിട്ട് കൊണ്ടുവന്ന ജീപ്പിൽ കയറ്റി തിരിച്ച് തിരുനെല്ലിയിലാണെന്നാണ് പിടിച്ചത്. തിരിച്ച് തിരുനെല്ലിയിലേക്ക് കൊണ്ടുപോവുകയും തിരുനെല്ലി കാട്ടിൽ വെച്ച് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത സമാനതകളില്ലാത്ത പീഡനത്തിന് അദ്ദേഹത്തെ ഇരയാക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൈയും കാലും ചൂടുവെള്ളം കൊണ്ട് പൊള്ളിച്ചു. അദ്ദേഹത്തിൻ്റെ ശവം കിട്ടിയപ്പോൾ അതിനൊരു കണ്ണുണ്ടായിരുന്നില്ല, ഒരു കണ്ണ് ചൂഴ്ന്നെടുത്തു. മണിക്കൂറുകളോളം ക്രൂരമായി മർദ്ദിച്ചു.
അതിനുശേഷം ലക്ഷ്മണ ചോദിച്ചു, നമുക്ക് ഇയാളെ കൊല്ലാം എന്ന് പറഞ്ഞു. വർഗീസിന് മനസ്സിലായി എന്നെ കൊല്ലാൻ പോവുകയാണെന്ന്. അപ്പം വർഗീസ് അവിടെ ഉള്ളൊരു കോൺസ്റ്റബിളിനോട് പറഞ്ഞു, എന്നെ എന്തായാലും കൊല്ലും, അപ്പം കൊല്ലുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നാക്ക് കൊണ്ട് ഒരു ശബ്ദം ഉണ്ടാക്കിയേക്കണം. എൻ്റെ കണ്ണ് കെട്ടിയിട്ടാണ് കൊല്ലുന്നതെങ്കിൽ എനിക്ക് അറിയണം ഞാൻ മരിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ലക്ഷ്മണ പറഞ്ഞു, വർഗീസിനെ നമുക്ക് കൊല്ലാം. 3 കോൺസ്റ്റബിൾസാണ് അവിടെ ഉണ്ടായിരുന്നത്. ആര് വെടിവെക്കും എന്ന് ചോദിച്ചു. അതിൽ ഒരാളൊഴികെ ബാക്കി 2 പേരും കൈപൊക്കി. രാമചന്ദ്രൻ നായർ എന്ന് പറയുന്നൊരു കോൺസ്റ്റബിൾ കൈ പൊക്കിയില്ല. അപ്പോൾ ലക്ഷ്മണ പറഞ്ഞു, ഒരു എൻകൗണ്ടർ ആകുമ്പോൾ നക്സലൈറ്റുകൾ മാത്രമല്ല, വേണമെങ്കിൽ ഒരു പോലീസുകാരനും കൊല്ലപ്പെടാം എന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മണ മനസ്സില്ലാതെ കൈപൊക്കി. അപ്പോൾ ആര് വെടിവെക്കും എന്നുള്ള ചോദ്യം വന്നു. അപ്പം വീണ്ടും ലക്ഷ്മണ പറഞ്ഞു, കൈവെക്കാൻ നിനക്കായിരുന്നല്ലോ ഇത്ര താമസം, അതുകൊണ്ട് നീ തന്നെ വെടിവെച്ചാൽ മതി. അങ്ങനെ വർഗീസിനെ ഒരു കല്ലിലേക്ക് ചാരി ഇരുത്തിയിട്ട് നെഞ്ചിൽ തോക്ക് ചേർത്ത് വെച്ച് ആ കോൺസ്റ്റബിൾ നാക്കുകൊണ്ട് ശബ്ദം ഉണ്ടാക്കി, മാവോ ഐക്യം സിന്ദാബാദ് എന്ന അവസാനമായിട്ട് വർഗീസ് വിളിച്ചു. നെഞ്ചിലേക്ക് നിറയൊഴിച്ചു. വർഗീസിനെ കൊന്നുകളഞ്ഞു. വർഗീസിൻ്റെ ശവശരീരം പിന്നീട് കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈയും കാലും പൊള്ളിയ അവസ്ഥയിലും ഒരു കണ്ണ് ഇല്ലാത്ത അവസ്ഥയിലുമാണ് കിട്ടിയത്. വർഗീസിനെ എങ്ങനെ കൊന്നു എന്നുള്ള ചോദ്യത്തിന് അന്ന് പോലീസ് മറുപടി പറഞ്ഞത്, ഞങ്ങൾ വർഗീസിനെ കൊല്ലണമെന്ന് വിചാരിച്ച് കൊന്നതല്ല, ഒരു പ്രത്യാക്രമണത്തിൻ്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ടതാണ് എന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷേ 1994 വെടിവെച്ച രാമേന്ദ്രൻ നായർ തന്നെ വന്ന് യഥാർത്ഥത്തിൽ സത്യം പുറം ലോകത്തോട് വിളിച്ചു പറയുകയുണ്ടായി. വർഗീസ് ഒരു ഫേക്ക് എൻകൗണ്ടറിലാണ് കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിനെ യഥാർത്ഥത്തിൽ പ്രത്യാക്രമണത്തിൻ്റെ ഇടയിലൊന്നും കൊല്ലപ്പെട്ടതല്ല. വർഗീസിനെ ബോധപൂർവം സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിൽ പോലും എത്തിച്ചില്ല, വഴിയിൽ വെച്ച് കാട്ടിലേക്ക് കൊണ്ടുപോയി കാട്ടിലിട്ട് വെടിവെച്ച് കൊല്ലുകയാണെന്ന് രാമേന്ദ്രൻ നായരാണ് 1994 പുറം ലോകത്തോട് വിളിച്ചു പറയുന്നത്. അദ്ദേഹം അത് പറയുന്ന വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടു നോക്കണം. കരഞ്ഞുകൊണ്ടാണ് പുള്ളി അത് പറയുന്നത്. ഈ ലക്ഷ്മണയ്ക്ക് പിന്നീട് 2010 മറ്റോ ഈ കേസ് പിന്നീട് കോടതിയിൽ വരികയുണ്ടായി. രാമേന്ദ്രൻ നായരുടെ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട് കേസ് വീണ്ടും അന്വേഷിക്കുകയും ലക്ഷ്മണയ്ക്ക് ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തു. പക്ഷേ 75 വയസ്സ് കഴിഞ്ഞ ആളെന്നുള്ള നിലയ്ക്ക് 3 വർഷം എന്തോ കഴിഞ്ഞപ്പം പുള്ളീനെ ലോക്കപ്പിൽ നിന്ന് വെറുതെ വിടുകയും ചെയ്തു. ഈ ലക്ഷ്മണ അടിയന്തരാവസ്ഥ കാലത്തും നക്സൽ വേട്ടയുടെ സമയത്തും കേരളത്തിലുള്ള ചിന്തിക്കുന്ന ഒരു തലമുറയെ മർദ്ദിക്കുന്നതിൽ, ജയറാം പടിക്കലിനോടൊപ്പം ചേർന്ന് മർദ്ദിക്കുന്നതിൽ ഏറ്റവും മുന്തിയ പങ്ക് വഹിച്ച ആളാണ് ലക്ഷ്മണ എന്ന് പറയുന്ന പോലീസുകാരൻ. അദ്ദേഹം DYSP റാങ്കിലേക്ക് വരുന്ന ആദ്യ ദളിതനും കൂടെയാണ്. ദളിതുകൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് വർഗീസ് കൊല്ലപ്പെട്ടത്. അപ്പം ഇദ്ദേഹം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു പൊതുപരിപാടിയിൽ ഒരു ദളിത് സംഘടനയിൽ അംഗമാകാനായിട്ട് ലക്ഷ്മണ വന്നു. ലക്ഷ്മണ എന്നിട്ട് അവിടെ പറഞ്ഞു, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ഭരണകൂടം പറഞ്ഞത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം സദസ്സിൽ നിന്ന് ചോദ്യങ്ങളുണ്ടായി. ആദ്യം ഒരാൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ വർഗീസിൻ്റെ കണ്ണ് വീഴ്തെടുത്ത് ആരാടാ എന്ന് ചോദിച്ചു. പിന്നെ ഒരാൾ ചോദിച്ചു, അജിതയെ മർദ്ദിച്ചത് ആരാണ്, രാജനെ കൊന്നത് ആരാണ് എന്ന് ചോദിച്ചു. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ വന്നപ്പം ലക്ഷ്മണ സ്റ്റേജിൽ നിന്ന് വിയർക്കാൻ തുടങ്ങി. 2-3 ചെറുപ്പക്കാർ സ്റ്റേജിലേക്ക് ഓടിക്കേറി. ലക്ഷ്മണ ഇറങ്ങി ഓടുന്ന വഴിക്ക് ആളുകൾ പിടിച്ച് ജനകീയ വിചാരണ ചെയ്ത് അദ്ദേഹത്തെ അവിടെ വെച്ച് തന്നെ, ജനകീയ വിചാരണ ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, ശിക്ഷ കൊടുത്ത ഒരു സംഭവം കൂടെ ഉണ്ട്. അതുപോലെ തന്നെ മലയാളി മറക്കാത്ത മറ്റൊരു പേരാണ് രാജൻ. രാജൻ 1975 അടിയന്തരാവസ്ഥയുടെ ഒരു ഇരയാണ്. അദ്ദേഹം രാജനെ പോലീസ് പിടിക്കുന്നതിൻ്റെ തലേ ദിവസം കായണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് നക്സലൈറ്റുകൾ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമണം നടത്തുകയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള അന്വേഷണത്തിലാണ് രാജൻ അറസ്റ്റ് ചെയ്യുന്നത്. രാജനൊരു പാട്ടുകാരനും ഒരു കലാകാരനൊക്കെ ആയിരുന്നു. രാജനൊരു യുവജനോത്സവത്തിൽ പങ്കെടുത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ കോളേജിലേക്ക് വന്ന് ബസ്സിൽ ഇറങ്ങുമ്പോൾ അവിടെ ഓൾറെഡി നിറയെ പോലീസുകാരാണ്. ഹോസ്റ്റലിലെ കുട്ടികളെയൊക്കെ തോക്ക് കാണിച്ച് വരട്ടി നിർത്തിയിരിക്കുകയാണ്. രാജനെയും മറ്റൊരു സുഹൃത്തിനെയും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ആ കുട്ടികളുടെ മുമ്പിൽ വെച്ച് പിടിച്ചുകൊണ്ട് പോയി. പിന്നീട് രാജൻ എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും അറിയത്തില്ല. രാജൻ്റെ തിരോധാനം എന്നാണ് പിന്നീട് നമ്മൾ പറഞ്ഞത്. രാജൻ്റെ മരണമെന്നോ കൊലപാതകമെന്നോ ഒന്നും നമ്മളന്ന് പറഞ്ഞിരുന്നില്ല, തിരോധാനം. രാജൻ എന്ത് സംഭവിച്ചുവെന്ന് കുറേ നാൾ പുറം ലോകം അറിഞ്ഞില്ല, വർഗീസിൻ്റെ കാര്യം പോലെ തന്നെ. 1976 മാർച്ച് 1 അദ്ദേഹം ജയിലിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ പോലീസുകാരുടെ കൂടെ
പോകുന്നത് അവസാനമായിട്ട് ആൾക്കാർ കാണുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ജയിലിലുണ്ടായിരുന്ന എബ്രഹാം ബെൻഹർ എന്നും കാനങ്ങോട് രാജൻ എന്നും പറയുന്ന രണ്ടാളുകൾ രാജൻ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിന് സാക്ഷിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈശ്വര വാര്യർ നമുക്കറിയാം. പിന്നീട് ഷാജിയോൻ കരുണിൻ്റെ പിറവി എന്ന സിനിമയിലൂടെ നമ്മളത് അദ്ദേഹത്തിൻ്റെ കഥ കണ്ടതാണ്. വളരെ ഹൃദയസ്പർശിയായ ഒരു സിനിമയാണ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അവാർഡ് വാങ്ങിയ ചിത്രം എന്ന ബഹുമതിയും ആ സിനിമയ്ക്കുള്ളതാണ്. അത് രാജൻ്റെയും അദ്ദേഹത്തിൻ്റെ അച്ഛനായ ഈശ്വര വാര്യരുടെയും കഥയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ നടത്തിയ വർഷങ്ങളോളം പോകുന്ന നിയമ പോരാട്ടത്തിനൊടുവിലാണ് നമ്മളെല്ലാവരും സത്യം മനസ്സിലാക്കിയത്. ഇത് അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് ജയിലിലുണ്ടായിരുന്ന കാനങ്ങോട് രാജൻ പിന്നീട് 2015 മാതൃഭൂമിയിൽ എഴുതിയ രാജനെ കൊല്ലുന്നത് ഞാൻ നേരിട്ട് കണ്ടു എന്ന ലേഖനത്തിലെ വാക്യങ്ങളാണ്. വായിക്കാം. അവിടെ വേലായുധനും പുലിക്കോടനും ബീരാനും ജയരാജനും ലോറൻസും കൂടി രാജനെ ഒരു ബെഞ്ചിൽ കിടത്തി ഉരുട്ടിക്കൊണ്ടിരുന്നു. ഉരുട്ട് എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ഒലക്ക വെച്ചിട്ട് തുടയിൽ മലത്തി കിടത്തിയിട്ട് തുടയിൽ 2 പോലീസുകാരോ 4 പോലീസുകാരോ ഒക്കെ ശക്തമായി സമ്മർദ്ദം ചെലുത്തുന്ന പരിപാടിക്കാണ് ഉരുട്ടെന്ന് പറയുന്നത്. ശബ്ദം പുറത്തു വരാതിരിക്കാൻ അവൻ്റെ വായിൽ തുണി കൊണ്ട് ബീരാൻ അമർത്തി വെച്ചിരുന്നു. എൻ്റെ അടുത്ത ബെഞ്ചിൽ നിന്ന് അമർത്തിയ ഞരക്കം കേട്ട് ഞാൻ അങ്ങോട്ട് നോക്കി. SI അബൂബക്കർ ബീരാൻ്റെ കയ്യിൽ നിന്ന് തുണി വാങ്ങിയിട്ട് രാജൻ്റെ നിലവിളിക്കുന്ന വായി ശക്തമായി അമർത്തി പിടിച്ചു. അടിവസ്ത്രം മാത്രം ഉടുത്ത രാജൻ മലർന്നു കിടന്ന് വേദന തിന്നുകയായിരുന്നു. കൈകൾ താഴെ കൂച്ചി കെട്ടിയിരുന്നു. കാല് ബെഞ്ചിനോട് ചേർത്ത് വലിച്ചമർത്തി കെട്ടിയിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തെ ഞരക്കം നിലച്ചു. രാജനെ കൊന്നു എന്നുള്ളതിന് കൃത്യമായ വെളിപ്പെടുത്തൽ 2015 രാജൻ്റെ കൂടെ അന്ന് സ്റ്റേഷനിലുണ്ടായിരുന്ന കാനങ്ങാട് രാജൻ മാതൃഭൂമിയിൽ എഴുതിയതാണത്. ഇതിലും ക്രൂരമായിരുന്നു പീഡനമെന്നാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ എഴുതിയൊരു പുസ്തകമുണ്ട്. അതിനകത്തും അദ്ദേഹത്തിൻ്റെ കേട്ടറിവ് വെച്ച് ആ പീഡനങ്ങൾ വിവരിക്കുന്നുണ്ട്. എന്തായാലും രാജൻ മരിച്ചത് അത്ര നിസാര സംഗതി ആയില്ല. കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ സംഭവം ഉണ്ടാക്കി. കാര്യം രാജൻ എന്ത് പറ്റി എന്നുള്ളത് അന്നത്തെ വലിയ ചോദ്യമായിരുന്നു. അന്ന് കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി. നിയമസഭയിൽ ആ ചോദ്യം വന്നു. കോടതി അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈശ്വര വാര്യർ ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തു. പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്നുള്ളതിന് തെളിവുണ്ട്. 2-3 പേര് കണ്ടിട്ടുണ്ട്. അപ്പം ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിട്ട് രാജനെ കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞപ്പോൾ കരുണാകരൻ അന്ന് സത്യവാങ്മൂലം കൊടുത്തത് രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ്. പക്ഷേ സാക്ഷിമൊഴികളുടെയും സാഹചര്യ തെളിവുകളൊക്കെ കരുണാകരനെതിരായിരുന്നു. പിന്നീട് ആ സത്യവാങ്മൂലം പിൻവലിച്ച് കരുണാകരന് ഏതാണ്ട് 12 ദിവസത്തിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് പോകേണ്ടിയായിട്ട് വന്നു. അപ്പോൾ രാജൻ്റെ കൊലപാതകം അത്ര നിസാര സംഗതി ആയിരുന്നില്ല കേരളത്തിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച്. യുക്തിവാദികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തി കൊടുക്കേണ്ടാത്ത ഒരു പേരാണ് ജോസഫ് ഇടമറുക്. ഇദ്ദേഹവും സമാനതകളില്ലാത്ത കസ്റ്റഡി പീഡനത്തിന് ഇരയായ ഒരു വ്യക്തിയാണ്. ജോസഫ് ഇടമറുകിനെ എല്ലാവർക്കും അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് ഒരു പ്രമുഖ വ്യക്തി ഇദ്ദേഹത്തിൻ്റെ മകനും കോവൂരുമായിട്ടൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചതായിട്ടൊരു വെളിപ്പെടുത്തൽ നടത്തി. സനൽ ഇടമറുക് അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ജോസഫ് ഇടമറുക്. ഇതിൻ്റെ പ്രശസ്തമായ നിരവധി പുസ്തകങ്ങളൊക്കെ ഉണ്ട്, യുക്തിവാദ പുസ്തകങ്ങളുണ്ട്. ഇദ്ദേഹം മനോരമയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. മനോരമയുടെ ഓഫീസിൽ ഇപ്പം നമ്മൾ വായിക്കുന്ന മനോരമ ഇയർ ബുക്ക് എന്ന് പറയുന്ന സംഗതി തുടങ്ങി വെച്ചിരുന്ന ഒരാളാണ്. 12 വർഷം മനോരമയിൽ ജോലി ചെയ്തു. ഇടതുപക്ഷ ചായ്വുള്ള ആളായിരുന്നെങ്കിലും മനോരമയിൽ എങ്ങനെയൊക്കെ പുള്ളി പിടിച്ചു നിന്നു എന്നാണ് പുള്ളി പറയുന്നത്. മനോരമയുടെ ഓഫീസിലേക്ക് ഒരു ദിവസം രാവിലെ 2 പോലീസ് ഉദ്യോഗസ്ഥർ കയറി വരികയും ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയി. അപ്പം കാര്യം എന്താണെന്ന് പറയുന്നില്ല. വീടൊന്ന് സെർച്ച് ചെയ്യണം. ശരി, വീട് സെർച്ച് ചെയ്യാൻ ഇയാൾ കൂടെ ചെന്നു. നേരെ പോയത് ലൈബ്രറിയിലേക്കാണ്. ലൈബ്രറിയിൽ വളരെ പ്രശസ്തമായൊരു ലൈബ്രറി ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. നിരവധി പുസ്തകങ്ങൾ, അമൂല്യങ്ങളായിട്ടുള്ള പുസ്തകങ്ങളുണ്ടായിരുന്ന ലൈബ്രറി ആയിരുന്നു. പോലീസുകാർക്ക് എത്രത്തോളം പുസ്തകങ്ങളുടെ വില അറിയാമെന്ന് എനിക്കറിയില്ല. അവരതെല്ലാം വലിച്ചു വാരി നിലത്തിട്ട് തപ്പി. അപ്പം ഇടമറുക് ചോദിച്ചു, എന്താണ് നിങ്ങൾ തപ്പുന്നത്? പറഞ്ഞു, മാവോ സാഹിത്യമാണ് തപ്പുന്നത്. ഇടമറുക് പറഞ്ഞു, ഞാൻ മാവോ സാഹിത്യം വായിക്കാറില്ല, ഞാനൊരു മാവോയിസ്റ്റ് അല്ല. എങ്കിൽ നമുക്കത് അവിടെ പോയി തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് മൂവാറ്റുപുഴ TVയിലേക്ക് അദ്ദേഹത്തെ GP കെട്ടിക്കൊണ്ടുപോയി. ചോദ്യം ചെയ്യൽ. നക്സലേറ്റുമായിട്ട് നിങ്ങൾക്ക് എന്താണ് ബന്ധം? മറ്റേ ചാരു മജുംദാറെ അറിയാമോ? ഇതാണ് ചോദ്യം. അപ്പം ഇടമറുക് പറഞ്ഞു, ചാരു മജുംദാറെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അപ്പം നിരന്തരമായിട്ട് ഓരോ ആൾക്കാർ വന്നിട്ട് ചാരു മജുംദാറെ അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കുറേ നേരമൊക്കെ വെറും ചോദ്യം ചെയ്യൽ മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ പൂച്ചമാത്തു എന്ന് പറയുന്നൊരു കോൺസ്റ്റബിൾ അവിടെ രംഗപ്രവേശനം ചെയ്തു. പൂച്ചമാത്തു എന്ന് അദ്ദേഹത്തെ വിളിക്കാൻ കാര്യം, ഈ എലിയായിട്ട് തട്ടിക്കളിക്കുന്ന പോലെ, എലിയെ കൊല്ലാതായിട്ട് തട്ടിക്കളിക്കുന്നത് പോലെ, പൂച്ച ചെയ്യുന്നത് പോലെ പ്രതികളെ പീഡിപ്പിക്കുന്ന ഒരു പരിപാടി പുള്ളിക്കുള്ളതുകൊണ്ട് പുള്ളിക്കാരനെ പോലീസുകാരെ തന്നെ വിളിക്കുന്ന പേരാണ് പൂച്ചമാത്തു. പൂച്ചമാത്തു വന്നു ഇടമറുകിൻ്റെ മുഖത്ത് നോക്കി ഒരു അടി വെച്ച് കൊടുത്തു. പിന്നെ 2-3 തെറിയും വിളിച്ചു. അപ്പോൾ ഇടമറുകിൻ്റെ ആത്മകഥയിൽ പുള്ളി എഴുതിയിട്ടുണ്ട്, എൻ്റെ മുഖത്ത് നോക്കി ആദ്യമായിട്ടാണ് ഒരാൾ അങ്ങനെ തെറി വിളിക്കുന്നത്. അവിടെ അതിനെല്ലാം നേതൃത്വം കൊടുത്തത്
പ്രസിദ്ധനായ ജയറാം പടിക്കൽ ആയിരുന്നു. ജയറാം പടിക്കലാണ് ഉരുട്ടിക്കൊലയുടെ ഉപജ്ഞാതാവെന്ന് അറിയപ്പെടുന്നത്. ഇദ്ദേഹം സ്കോട്ട്ലാൻഡ് യാർഡിൽ പോയി ട്രെയിനിങ് എടുത്ത കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ പോലീസുകാരനാണ്. സ്കോട്ട്ലാൻഡ് യാർഡിൽ എന്തായാലും ഉരുട്ടാൻ പഠിപ്പിക്കത്തില്ല. ജയറാം പടിക്കൽ വരുന്നു. ജയറാം പടിക്കലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. ജയറാം പടിക്കൽ നേരത്തെ പറഞ്ഞാൽ സ്കോട്ട്ലാൻഡ് യാർഡിലൊക്കെ പോയി പഠിച്ച ആളാണ്. പിന്നീട് നക്സലൈറ്റുകൾ 3-4 തവണ ജയറാം പടിക്കലിനെ കൊല്ലാനൊക്കെ ശ്രമിച്ചു, പരാജയപ്പെട്ടു പോയി. അങ്ങനെ ഒരു രാത്രി മുഴുവൻ അദ്ദേഹത്തെ ആ ടി വിയിലിട്ട് ചോദ്യം ചെയ്തു. രാത്രി ആയപ്പം ജയറാം പടിക്കൽ പ്രത്യേക നിർദ്ദേശം കൊടുത്തു, ഇങ്ങനെ ഉറക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഉറക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത പരിപാടി, ഓരോ മണിക്കൂർ ഇടവിട്ട് ഓരോ കോൺസ്റ്റബിളായിട്ട് വരും. എന്നിട്ട് കുറേ ചോദ്യങ്ങളുണ്ട്. എവിടെ, പേരെന്താണ്, വീട് എവിടെയാണ്, ഇങ്ങനെ ഈ ചോദ്യം 1 മണിക്കൂർ ചോദിക്കും. അയാൾ പോവും, അടുത്ത ആൾ വരും, ഇതേ ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു രാത്രി മുഴുവൻ ഉറക്കാതെ ഇരുത്തി. പിന്നെയാണ് ഈ പൂച്ചമാത്തവും ടീമും വീണ്ടും വരുന്നു. എന്നിട്ട് പറഞ്ഞു ഇരിക്കടാന്ന് പറഞ്ഞു. കസേര ഇല്ലല്ലോ. ഇവിടെ ഇരിക്കാൻ കസേരയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പോലീസുകാരുടെ സ്ഥിരം നമ്പറായ കസേര ഇല്ലാതെ കസേര ഇരുത്തൽ. അങ്ങനെ മണിക്കൂറുള്ളോളം ഇടമറുകിനെ കസേര ഇല്ലാത്ത കസേരയിൽ ഇരുത്തി. കുറേ നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കിങ്ങനെ ഇരിക്കാനൊന്നും പറ്റത്തില്ല, ഒന്നാമത്തെ കാര്യം സ്വതവേ ആരോഗ്യം കുറഞ്ഞ ഒരാളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തുടങ്ങിയത് മർദ്ദനമാണ്. മർദ്ദനത്തിന് ശേഷം ജയറാം പടിക്കൽ വീണ്ടും വരുന്നു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ നക്സലൈറ്റ് ഒന്നും അല്ലെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങൾ പറയുന്നത് പോലെ 2-3 മൊഴികൾ നിങ്ങൾ പറയണം. അപ്പോൾ ഇടമറ് പറഞ്ഞ് കള്ളസാക്ഷി പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, ഞാൻ പറയില്ലെന്ന് പറഞ്ഞു. അപ്പം കള്ളസാക്ഷി പറയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇടമറുകിൻ്റെ കൂടെ വേറെ ഈ നക്സൽ കേസിൽ തന്നെ പ്രതിയായ വേറൊരുത്തൻ അവിടെ കിടപ്പുണ്ട്. അതിന് കിലോ ഇടിയെന്നാണ് പോലീസുകാർ പറയുന്നത്. അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊതിയായിട്ട് വന്നിട്ട് അത് ഇടമറുക് തന്നെ എഴുതിയിരിക്കുന്നത് വായിക്കാം. ഒരുത്തൻ തെറി പറഞ്ഞുകൊണ്ട് ആ പ്രതിയുടെ നേരെ അടുത്തു. അയാൾ എഴുന്നേറ്റ് വിറച്ചുകൊണ്ട് ഭിത്തിയിൽ ചാരി നിന്നു. തുടർന്ന് നടന്ന് വിവരിക്കാൻ എൻ്റെ പേനയ്ക്ക് ശക്തിയില്ല. തുണിയിൽ പൊതിഞ്ഞ ആ കിലോഗ്രാം കട്ടികൊണ്ട് ആ മനുഷ്യൻ്റെ പുറത്തും ചങ്കിലുമൊക്കെ നിർദ്ദയം അവർ ഇടിച്ചു. വേദന സഹിക്കുക വയ്യാതെ അയാൾ കിടന്ന് ഞെളിവിരി കൊള്ളുമ്പോൾ എന്ത് സന്തോഷമാണെന്ന് പോലീസുകാർക്ക്. മനുഷ്യന് ഇത്രയേറെ ക്രൂരനാകാൻ കഴിയുമെന്ന് അന്നാണ് ഞാൻ ആദ്യമായി മനസ്സിലാക്കിയത്. ഇദ്ദേഹത്തെ ഇടിച്ചത് ശരിക്കും അദ്ദേഹത്തെ ഇടിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ ഇടി കണ്ട് ഇടമറുക് പേടിച്ച് കള്ളസാക്ഷി പറയാൻ തയ്യാറാകും എന്ന് വിചാരിച്ചിട്ടാണ്. ഇടമറുക് അപ്പോഴും തയ്യാറായില്ല. അപ്പോഴാണ് വേറൊരു പോലീസുകാരൻ, നമ്മുടെ പൂച്ചമാത്തുവിൻ്റെ തന്നെ വേറൊരു കൂട്ടുകാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു. അദ്ദേഹം വന്നിട്ട് ചോദിച്ചു നിനക്ക് പഞ്ചപാണ്ഡവ വിദ്യ അറിയാവോടാന്ന് ചോദിച്ചു. ഇടമറുക് പറഞ്ഞു പഞ്ചപാണ്ഡവർ അറിയാം, വിദ്യ അറിയില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് 5 ചെറിയ പെൻസിൽ പോലത്തെ 5 വടികൾ ഒരു നൂല് കൊണ്ട് മുറുക്ക കെട്ടിയ ഒരു ഉപകരണം കൊണ്ടുവന്നിട്ട് ഈ വിരലുകൾ അതിനകത്തേക്ക് കയറ്റിയിട്ട് അമർത്തി. ഇടമറുക് വേദന കൊണ്ട് പൊളഞ്ഞു. അപ്പോൾ അവർ കൈ മാറ്റിയിട്ട് ഇപ്പുറത്തെ കൈയിലേക്ക് കയറും. അങ്ങനെ മണിക്കൂറോളം ഈ പഞ്ചപാണ്ഡ വിദ്യ ഇടമറുകിൻ്റെ ശരീരത്തിൽ അവർ ചെയ്തു. അതും കഴിഞ്ഞ് ഇടമറുകിനെ കുറച്ചു നേരം വിശ്രമിക്കാൻ വിട്ടപ്പോഴാണ് ഒരു കോൺസ്റ്റബിൾ കയറി വരുന്നത്. നീ യുക്തിവാദിയാണല്ലോടാ എന്ന് ചോദിച്ചു. പറഞ്ഞു അതെ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം, എന്ന് ഉത്തരം പറയാൻ പറഞ്ഞു. ചോദ്യം എന്താണ്? ഈ ലോകമൊക്കെ ഇങ്ങനെ ഉണ്ടായല്ലോ, അപ്പം നീ വലിയ യുക്തിവാദിയല്ലേ, ഇങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഇതിനൊരു തന്ത വേണ്ടേ, ലോകത്തിൻ്റെ തന്ത ആരാടാന്ന് ചോദിച്ചു. അപ്പോൾ ഇടമറ് പറഞ്ഞു ലോകത്തിന് തന്ത ഉണ്ടെങ്കിൽ ഒരു തള്ളയും കൂടെ വേണ്ടേ, അതിനെയും കൂടെ കാണിക്കാൻ പറഞ്ഞു. പിന്നീടാണ് ആ ഉത്തരത്തോടുകൂടി നിന്നെ ഞാൻ തന്തയെ കാണിച്ച് തരാമടാ എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ പ്ലാൻ ഇടുകയാണ് ഇവൻ്റെ ജനനേന്ദ്രിയത്തിലേക്ക് ഈർക്കിലി കുത്തിക്കയറ്റാം. അപ്പം വേറൊരു മുതിർന്ന പോലീസുകാരൻ പറഞ്ഞു അത് ശരിയായില്ല, സാധാരണക്കാരനല്ല, ഇടമറുക് അന്നത്രയും പ്രശസ്തനായിട്ടുള്ള ആളാണ്, അത് വേണ്ട, എന്തായാലും മുറിവൊക്കെ ആയി കഴിഞ്ഞാൽ പ്രശ്നമാവും, നമുക്ക് ഉരുട്ടാം. അങ്ങനെ ഇടമറുകിനെ ഒരു ബെഞ്ചിൽ തിരിച്ച് കിടത്തിയിട്ട് ഒരു ഒലക്ക കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ തുടയിൽ വെച്ച് 2 പോലീസുകാർ അപ്പുറം ഇപ്പുറം ഇരുന്ന് രാജനോടും ഒക്കെ ചെയ്തിട്ടുള്ളതുപോലെ ഉരുട്ടി. ഇടമറുക് ഭാഗ്യത്തിന് അദ്ദേഹത്തിന് ഒന്നും പറ്റിയില്ല. ഉരുട്ടലിലും വീഴുന്നില്ല എന്ന് തോന്നിയപ്പം അതേ പൊസിഷനിൽ തന്നെ കിടത്തിയിട്ട് കാൽവെള്ളയിൽ ചൂരൽ കൊണ്ട് മണിക്കൂറുകളോളം പ്രഹരിച്ചു. എന്നിട്ടും രക്ഷയില്ല എന്ന് കണ്ടപ്പം പ്ലെയിൻ പറപ്പിക്കലെന്ന് പറഞ്ഞിട്ടൊരു വിദ്യ ഉണ്ടായിരുന്നു പണ്ട്. അതായത് നമ്മൾ നേരത്തെ ഗരുഡൻ തൂക്കെന്ന് പറഞ്ഞ അതേ വിദ്യ തന്നെ. കൈ രണ്ടും പിന്നിലേക്ക് കെട്ടിയിട്ട് കെട്ടിത്തൂക്കിയിടും, മണിക്കൂറുകളോളം കെട്ടിത്തൂക്കിയിടും. എന്നിട്ടും ഇടമറുക് കള്ളസാക്ഷ്യം പറയാൻ ഇതായില്ല. പിന്നെ അവസാനം അദ്ദേഹം പോലീസുകാർ പറയുന്നത് പോലെ ചെയ്ത് രക്ഷപ്പെട്ടു എന്നൊക്കെയാണ്. അദ്ദേഹത്തിന് വേറെ വഴിയുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ അതിനകത്തിട്ട് അടിച്ച് കൊന്നു കളഞ്ഞിനാന്മാർ. ഈ സമാനമായ കേസാണ് നമ്പി നാരായണൻ്റെത്. എല്ലാവർക്കും അറിയാം. 4 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം നമ്പി നാരായണൻ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞു. ഇതിനേക്കാളും വലിയ പീഡനങ്ങളും ഇതിനേക്കാളും വലിയ ദ്രോഹങ്ങളും ഒക്കെ ആ മനുഷ്യൻ അനുഭവിച്ചു. 4 വർഷത്തിന് ശേഷം അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിഞ്ഞപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അദ്ദേഹത്തിൻ്റെ സേവനവും
അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയത് സ്വന്തം ജീവിതവുമാണ്. നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത്രയും നാളത്തെ നഷ്ടങ്ങളെ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റിന് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ആ നഷ്ടങ്ങൾ അയാളോടുകൂടി അങ്ങ് പോവുകയാണ്. ഒരിക്കലും അത് തിരുത്തപ്പെടുകയില്ല. ഇപ്പം ഇതൊക്കെ പണ്ട് സംഭവിച്ചതല്ലേ. ഇപ്പോഴത്തെ പോലീസുകാർ അങ്ങനെയൊന്നുമല്ല. ഇപ്പോഴത്തെ പോലീസുകാരൊക്കെ നന്മമരങ്ങളാണ്, ജനമൈത്രികളാണ് എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടാവും. പക്ഷേ ഇതൊക്കെ സ്ഥിരമായിട്ട് ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ എത്ര പേർക്ക് ധൈര്യമുണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ്റെയോ ഒരു വക്കീലിൻ്റെയോ സഹായം കൂടാതെ ഒറ്റയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കാര്യം സാധിച്ചെടുക്കാൻ നമ്മളുടെ കൂട്ടത്തിൽ തന്നെ എത്ര പേർക്ക് ധൈര്യമുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പോഴത്തെ പോലീസുകാരുടെ ആറ്റിറ്റ്യൂഡ് പിടികിട്ടും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 2005 മരിച്ച ഉദയകുമാർ. 2005 എന്ന് പറഞ്ഞാൽ അധികം നാളായിട്ടില്ല. ഉരുട്ടിക്കൊലകളൊക്കെ നശിച്ചു പോയി എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഉദയകുമാറിനെ തിരുവനന്തപുരത്ത് മോഷണക്കുറ്റം ആലോചിച്ച് ഫോർട്ട് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ട് വന്നു. ഒരു പാർക്കിൽ നിന്നാണ് പിടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, സുരേഷ് കുമാർ എന്ന് പറഞ്ഞിട്ട്. രണ്ടുപേരും കൂടെ പാർക്കിൽ ഇരിക്കുകയായിരുന്നു. പോലീസ് 2 കോൺസ്റ്റബിൾ അങ്ങോട്ട് വന്നു. എന്നിട്ട് ചോദിച്ചു, നീ മദ്യപിച്ചിട്ടുണ്ടോടാന്ന് ചോദിച്ചു. ഇവർ പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് തപ്പി. പോക്കറ്റ് 4500 രൂപ ഉണ്ടായിരുന്നു. ഓക്കെ, 4500 രൂപ ഉള്ളപ്പം മോഷ്ടിച്ചതായിരിക്കാം എന്നുള്ള ധാരണയിൽ അദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വസ്ത്രം വാങ്ങിക്കാനായിട്ടുള്ള പണമാണ്, കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞു. 27 വയസ്സുള്ള ഒരു ചെറിയ പയ്യനായിരുന്നു. കൊണ്ടുപോയി മോഷണക്കുറ്റം ആരോപിച്ചു. അത് തെളിയിക്കാൻ ശ്രമിച്ചു. ചെയ്തിട്ടുണ്ടോ നിരവധി തവണ ആവർത്തിച്ച് ചോദിച്ചു. ഉദയകുമാർ പറഞ്ഞു ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഉദയകുമാറിനെയും ചെയ്തത് രാജനെയൊക്കെ ചെയ്തതുപോലെ കിടത്തിയിട്ട് കാൽവെള്ളയിൽ ചൂരൽ കൊണ്ട് മണിക്കൂറുകളോളം അടിച്ചു. അതിനുശേഷം ഒരു ഇരുമ്പ് പൈപ്പ് കൊണ്ട് തുടയിൽ വെച്ച് 2 പോലീസുകാർ ഇരുന്ന് ഉരുട്ടി. ഉദയകുമാർ മരിച്ചുപോയി. ഈശ്വരവാര്യരെ പോലെ ഒരു അമ്മ അയാൾക്കുണ്ടായിരുന്നു, പ്രഭാവതി എന്ന് പറഞ്ഞിട്ട്. വർഷങ്ങളോളം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഉദയകുമാറിൻ്റെ കേസിലെ പ്രതികൾ പുറം ലോകത്ത് തിരിച്ചറിയപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ നമുക്കൊക്കെ അറിയാവുന്ന കുപ്രസിദ്ധനായ ഒരു കുറ്റവാളിയാണ് സമ്പത്ത്. സമ്പത്ത് എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും സമ്പത്തിനെ കൊല്ലാനുള്ള അവകാശം സ്റ്റേറ്റിനില്ല. അതിന് ഇവിടെ നിയമങ്ങളുണ്ട്, നിയമ നടപടികളുണ്ട്. പക്ഷേ സമ്പത്ത് സ്റ്റേഷനിൽ കസ്റ്റഡിയിലായതിനു ശേഷം മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ പോലും അദ്ദേഹത്തെ ഹാജരാക്കില്ല. അതിനു മുമ്പ് തന്നെ അയാളെ കൊന്നുകളഞ്ഞു പോലീസ്. സമ്പത്തിനെ കൊന്നതും സമാനമായ രീതിയിൽ തന്നെയാണ്, ഉരുട്ടി ആണ് കൊലപ്പെടുത്തിയത്. സമ്പത്തിൻ്റെ കേസ് CBI കോടതിക്ക് വിട്ടുകൊണ്ട് കോടതി ഉത്തരവിട്ടപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഒരു പ്രസക്തമായ ഒരു ജഡ്ജി എന്ന് പറഞ്ഞ പ്രസക്തമായൊരു വാക്യമുണ്ട്. പോലീസ് ലോക്കപ്പുകൾ കൊലക്കളങ്ങളായി മാറുന്നത് ഞെട്ടിക്കുന്ന സംഭവമാണ്. കസ്റ്റഡിയിൽ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു. നിയമപാലകർ ഭീകരവാദികളായി മാറുന്നു. പോലീസ് മൃഗതുല്യമായി മാറുന്ന കാഴ്ച പരിഷ്കൃത സമൂഹത്തിന് സഹിഷ്ണുതയോടെ കാണാൻ കഴിയില്ല എന്നാണ് സമ്പത്തിൻ്റെ മരണത്തിൽ അന്ന് കോടതി രേഖപ്പെടുത്തിയത്. വിനായകനെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തൊരു വിഷയമാണ്. വിനായകൻ യഥാർത്ഥത്തിൽ ഒരു കുറ്റവാളിയൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അദ്ദേഹം ചെയ്ത കുറ്റം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സാധു കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു. മുടി വളർത്തിയിട്ടുണ്ടായിരുന്നു. വിനായകനെയും ഒരു സുഹൃത്തിനെയും കൂടെ റോഡിൽ വെച്ച് പിടിച്ചുകൊണ്ട് പോയി. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി വളർത്തിയിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് മുടി വളർത്തിയവരൊക്കെ കഞ്ചാവ് അടിക്കുമെന്നുള്ള ഒരു ശാസ്ത്രീയമായ കണ്ടെത്തൽ പോലീസ് മുമ്പേ നടത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുടി വളർത്തിയവരെയൊക്കെ ആദ്യമേ കാണുമ്പം ഇച്ചിരി കറുത്തതൊക്കെ ആണെങ്കിൽ, ഇച്ചിരി സാധു വീട്ടിലേക്കാണെങ്കിൽ പറയുകയും വേണ്ട കഞ്ചാവ്. ആക്ഷൻ ഹീറോ ബിജുവൊക്കെ അതൊക്കെ ഊട്ടി ഉറപ്പിക്കുന്ന സിനിമകൾ കൂടെയാണ്. അങ്ങനെ വിനായകനെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോയി. മുടിയായിരുന്നു അവരുടെ പ്രശ്നം. മുടിയിൽ കുത്തിപ്പിടിച്ചു, മുടി വലിച്ചു പറിച്ചു. എന്നിട്ട് ഭിത്തിയിൽ ചാരി നിർത്തി ഇടിച്ചു. എന്നിട്ട് തിരാഞ്ഞിട്ട് കുനിച്ച് നിർത്തി ഇടിച്ചു. കഞ്ചാവാണെന്ന് പറഞ്ഞു വരുത്തുകയും ചെയ്തു. വിനായകൻ പുറത്ത് വന്നു. വിനായകനെ പിന്നീട് പോലീസ് വെറുതെ വിട്ടു പിറ്റേ ദിവസം. പക്ഷേ മാനസികമായിട്ട് അദ്ദേഹം തകർന്നു പോയി. അദ്ദേഹം ചെയ്തത് ആത്മഹത്യ ചെയ്ത് കളയുകയാണ്. അപ്പോൾ പലപ്പോഴും ലോക്കപ്പ് മർദ്ദനങ്ങളിൽ അതിൻ്റെ ഇരയാകുന്നവർ ലോക്കപ്പിൽ വെച്ച് തന്നെ മരിക്കണമെന്നൊന്നും നിർബന്ധമില്ല. അല്ലെങ്കിൽ മരണത്തിനേക്കാളും വലിയ ശിക്ഷകൾ അവർക്ക് പുറത്ത് കിട്ടും. എൻ്റെ വീടിനടുത്ത് അങ്ങനെ ഒരു ചേട്ടനുണ്ട്. അദ്ദേഹത്തിനെ ഇവർ കൊണ്ടുപോയി ഇടിച്ച് അദ്ദേഹത്തിൻ്റെ ജോയിൻസൊക്കെ ഒടിച്ചു കളഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പം അദ്ദേഹം ട്രാക്കിൽ തലവെച്ച് മരിക്കുകയാണ് ചെയ്തത്. പോലീസ് മർദ്ദനങ്ങൾ എപ്പോഴും ലോക്കപ്പിൽ വെച്ച് തന്നെ സംഭവിക്കണമെന്നില്ല മരണം. അതിന് പുറത്തും സംഭവിക്കാം. ഒരുപാട് എഫക്റ്റുകളുണ്ട്. അവർക്ക് പിന്നീട് ജോലിക്ക് പോകാനുള്ള അവസ്ഥ ഉണ്ടാകില്ല. ചിലപ്പോൾ അവർക്ക് സമൂഹത്തിൽ അവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. അവർ നിരപരാധികളാണെന്ന് തെളിഞ്ഞാലും അവർക്ക് സമൂഹത്തിൽ പഴയ സ്വീകാര്യത കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ പറഞ്ഞതുപോലെ നിരപരാധിയാണെന്ന് തെളിഞ്ഞതിന് ശേഷം ഈ സ്റ്റേറ്റ് ഇതെങ്ങനെയാണ് ഇതിന് പരിഹാരം കാണാൻ പോകുന്നത്? ഇപ്പം പുതിയ ട്രെൻഡാണ്, ആക്ഷൻ ഹീറോ ബിജുമാരുടെ കാലമാണ്.
പോലീസ് സ്വന്തമായിട്ട് നന്മമരങ്ങൾ ചമയുന്ന ഒരു കാലം. സ്വന്തമായിട്ട് റെക്കോർഡ് ഓണാക്കി വെച്ചിട്ട് സംസാരിക്കുക, എന്നിട്ട് സോഷ്യൽ മീഡിയയിലിട്ട് ആളാകുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഈ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമയിലെ മനുഷ്യത്വരഹിതമായ രംഗങ്ങൾ എടുത്തു വെച്ചിട്ട് പ്രസൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി നിന്നാൽ തന്നെ 2 മണിക്കൂർ എടുക്കാം. അത്രയും മനുഷ്യത്വരഹിതമായ മാനവിക ബോധം തൊട്ടു തീണ്ടില്ലാത്ത ഒരു തിരക്കഥയും ഒരു സിനിമയാണ്. അതിനകത്ത് ഒരു ഉദാഹരണത്തിന് ഒരു രംഗം എല്ലാവർക്കും ഏറെ ചർച്ച ചെയ്തൊരു രംഗമാണ്. ഒരാളുടെ മുഖത്ത് SI അടിച്ചിട്ട് ചോദിക്കുകയാണ്, നിന്നെ തല്ലിയത് നീ അത് ചെയ്തുകൊണ്ടൊന്നുമല്ല, ഇതുപോലെ ഒരുത്തിയെ പ്രേമിച്ചതിനാണെന്ന്. അത്രയും വലിയ ബോഡി ഷെയ്മിങ് സമീപകാലത്ത് മലയാള സിനിമയിൽ ഏതൊക്കെ അത്രയും ഉണ്ടായിട്ടില്ല. അതുപോലെ അതിൽ ഓരോ സീനും എടുക്കുക. വേറെ അതിനകത്തൊരു സീനാണ്, അതായത് 2 മനുഷ്യാവകാശ പ്രവർത്തകർ SIയെ കാണാൻ വേണ്ടി വരുന്നു. എന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ ഇവിടെ പ്രതികളെ ഇടിക്കാറുണ്ടല്ലേ എന്ന് ചോദിക്കും. അപ്പം SI പറയുന്നൊരു സാധനമാണ്, അത് തെറി പറയാറുണ്ടല്ലോ എന്ന് ചോദിക്കും. പറയും, അല്ലാതെ പിന്നെ പ്രതികളോട് ഞാൻ അല്ലയോ മഹാനുഭാവോ എന്ന് വിളിച്ച് സംസാരിക്കണോ എന്നാണ് SI ചോദിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട് തിയേറ്ററിൽ ഇരുന്ന മുഴുവൻ ആളുകളും കൈയടിച്ചു. ശരിയാണല്ലോ എന്ന് തോന്നി കാണും. പക്ഷേ ഇവർ മനസ്സിലാക്കാത്തത് ഇത് ചില മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകൾ പറയുന്ന ന്യായം തന്നെയാണ്. ഒന്നെങ്കിൽ ബിക്കിനി അല്ലെങ്കിൽ പർദ്ദ, ഇതിൻ്റെ ഇടയിൽ സാരിയും ചുരിദാറൊന്നും അവർ കാണാത്തത് പോലെ തന്നെയാണ് ഈ പറയുന്ന SI പറയുന്നത്. ഒന്നെങ്കിൽ തെറി അല്ലെങ്കിൽ അല്ലയോ മഹാനുഭാവം. ഇതിനിടയ്ക്ക് നമ്മളൊക്കെ സംസാരിക്കുന്ന സാധാരണ ഭാഷയുണ്ട് എന്നുള്ളത് പോലീസുകാർക്ക് അറിയത്തില്ല. അതിന് കൈയടിച്ച ഒരു പൊതുബോധ്യം നമുക്കുണ്ട്. ആ പൊതുബോധ്യത്തിൻ്റെ സൃഷ്ടി കൂടെ ആയിരിക്കാം പലപ്പോഴും ഈ പോലീസ്. ഇപ്പോൾ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ആഘോഷിക്കുകയും ആൾക്കൂട്ട വിചാരണകൾ നല്ലതാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. ഒരു മെജോറിറ്റി അത് തന്നെയാണ്. ഇപ്പം ഒരു പീഡനം നടന്നു കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ നിരീക്ഷിച്ചാൽ മനസ്സിലാവും, അവനെ അവിടെ ഇട്ട് തന്നെ വെട്ടണം, അല്ലെങ്കിൽ അവൻ്റെ അവയവം മുറിച്ചെടുക്കണം, അല്ലെങ്കിൽ അവനെ കൂട്ടിയിട്ട് തല്ലണം, അവനെ ഒന്നും കോടതിയിൽ പോലും കൊണ്ടുപോകരുത്, പോകുന്ന വഴിക്കേ കൊല്ലണം എന്നൊക്കെ കമൻറ്റുകൾ കാണാൻ പറ്റും. അതിശയോക്തിയൊന്നുമല്ല, അതൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. ഈ പൊതുബോധം പേറുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ ഇടക്കുന്നാണ് പോലീസുകാരും ഉണ്ടായി വരുന്നത്. പൊതുബോധത്തിൻ്റെ എല്ലാ പോരായ്മകളും ഉൾപ്പെടുന്ന ഒരു കൂട്ടമാണ് പോലീസുകാർ. പിന്നെ പോലീസ് എങ്ങനെ ആയിരിക്കണം എന്നൊരു ബോധ്യം പോലീസുകാർക്കുണ്ട്. ഞങ്ങൾ അത്രയും അങ്ങ് സോഫ്റ്റായി കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ എന്നുള്ളൊരു ബോധ്യം. പോലീസ് എങ്ങനെ ആയിരിക്കണം? പോലീസ് മീശ പിരിക്കണം, കർക്കശ സ്വരത്തിൽ സംസാരിക്കണം, ആളുകളോട് അല്പം തെറി പറയണം, പറ്റിയാൽ 2 അടിക്കണം. ഇതൊക്കെ പോലീസുകാർക്ക് തന്നെ ട്രെയിനിങ് കഴിയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കണം. ഒരു കോൺസ്റ്റബിൾ തൊട്ട് മുകളിലേക്ക് അതുണ്ട്. തിരിച്ച് ജനങ്ങൾക്കുണ്ട്. വളരെ സോഫ്റ്റായിട്ട് പെരുമാറുന്നൊരു പോലീസുകാരനെ കഴിവുകെട്ട പോലീസുകാരനായിരിക്കും പലരും വിളിക്കുന്നത്. ചിലപ്പോൾ വളരെ നല്ലൊരു മനുഷ്യനായിരിക്കും, പക്ഷേ അവനൊക്കെ ഒരു പോലീസാണോടി എന്ന് ചോദിക്കും. പിന്നെ പോലീസുകാർ വളരെ ക്രൂരമായിട്ട് പെരുമാറാനായിട്ടുള്ള കുറേ കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം അവരിൽ അടിച്ചേൽപ്പിക്കുന്ന ജോലിയുടെ സമ്മർദ്ദമാണ്. 24 മണിക്കൂറും 17 മണിക്കൂറും ഒക്കെ ഡ്യൂട്ടി ചെയ്യുന്ന കോൺസ്റ്റബിൾമാരുടെ നാടാണിത്. ഇത്രയും സമ്മർദ്ദം അവരെ മാനസികമായിട്ട് തകർത്ത് കളയും. പിന്നെ മറ്റൊന്നാണ് ടാർഗറ്റ് സമ്പ്രദായം. ഈ ടാർഗറ്റ് സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം ഈ കാറും ബൈക്കും ഒക്കെ വിൽക്കാൻ നിൽക്കുന്ന ഷോറൂമിൽ നിൽക്കുന്ന പയ്യന്മാർക്ക് ഒരു മാസം ഇത്ര ബൈക്ക് വിൽക്കണമെന്ന് പറയുന്ന പോലെ, ഒരു ദിവസം ഇത്ര കേസ് നിങ്ങൾ നടത്തിയിരിക്കണം, അല്ലെങ്കിൽ ഇത്ര കേസ് നിങ്ങൾ പിടിച്ചിരിക്കണം, ഇത്ര കേസ് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന് ഒരു നമ്പർ കൊടുക്കുകയാണ്. 20, നിങ്ങൾ ഇന്ന് 20 കേസ് പിടിക്കണം ഒരു പോലീസ് സ്റ്റേഷനിൽ. സ്വാഭാവികമായിട്ടും ഇപ്പോൾ 10 കിട്ടിയുള്ളെങ്കിൽ അത് 20 ആക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തും. അവിടെയാണ് ഈ പൊതുജനങ്ങളുടെ നെഞ്ചത്ത് കയറ്റൽ എന്ന് പറയുന്ന സംഗതി നടക്കുന്നത്. ഇപ്പം കേരളത്തിൻ്റെ കാര്യം എടുത്താൽ ഏറ്റവും കൂടുതൽ FIR രജിസ്റ്റർ ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ FIR രജിസ്റ്റർ ചെയ്യുന്നത്. അതായത് 100,000 ആളുകളുടെ ഒരു സാമ്പിൾ എടുത്താൽ 455 പേരാണ് കേസിൽപ്പെടുന്നത് ഒരു വർഷം. അപ്പോൾ നമ്മളൊരു കേരളം മുഴുവൻ കുറ്റകൃത്യങ്ങളായിരിക്കുമല്ലോ. ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് സ്റ്റേറ്റാണ്, ഏറ്റവും കൂടുതൽ ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്റ്റേറ്റാണ്. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, കൊലപാതക കേസ് എടുക്കുക, കൊലപാതകം മാത്രം പരിഗണിക്കുക, ആദ്യത്തെ 15ലോ 18ലോ കേരളം കാണില്ല. സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന കേസ് എടുക്കുക, ആദ്യത്തെ 15ൽ കേരളം ഇല്ല. മോഷണം എടുക്കുക, ആദ്യത്തെ 15ൽ കേരളം ഇല്ല. ഗാർഹിക പീഡനം എടുക്കുക, ആദ്യത്തെ 15ൽ കേരളം ഇല്ല. പിന്നെ എങ്ങനെയാണ് 455 കേസ് രജിസ്റ്റർ ആകുന്നത്? അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ബൈക്കിൽ പോകുന്ന പിള്ളേർ, വെള്ളമടിച്ച് റോഡിരിക്കുന്ന ചേട്ടന്മാർ, കോളേജിൻ്റെ വാതിക്കൽ നിൽക്കുന്ന പയ്യന്മാർ, ഇവരൊക്കെയാണ് പോലീസുകാരുടെ ഇരകൾ. പണ്ടൊക്കെ ബൈക്കിൽ പോകുന്ന ബൈക്ക് ഓടിച്ചിട്ടുള്ള ആൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ മാത്രം കേസെടുക്കുമായിരുന്നു. ഇപ്പം ചെയ്യുന്നത് ടാർഗറ്റ് തികയാനായിട്ട് പുറകിലിരിക്കുന്ന ആളുടെ കൂടെ ചേർത്തിട്ടാണ് 2 FIR ആണ് രജിസ്റ്റർ ചെയ്യുന്നത്. പുറകിലിരിക്കുന്ന ആളുടെ പൊതുസ്ഥലത്ത് മദ്യപിച്ചു എന്ന് ഒരു വകുപ്പിട്ടിട്ട് അയാൾക്കും കൂടെ കേസ് വരും. 2 കേസാണ്. പണ്ടൊക്കെ ഒരു പറമ്പിലിരുന്നൊരു 10 പേര് മദ്യപിക്കുകയാണെന്ന് വിചാരിക്കുക, അതൊറ്റ കേസാണ്. പൊതുസ്ഥലത്തിരുന്ന് മദ്യപിച്ചു എന്നുള്ള ഒറ്റ കേസാണ്, ഒരു FIR ആണ് അവിടെ രജിസ്റ്റർ ചെയ്യേണ്ടത്. പണ്ട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ടാർഗറ്റ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ 10 കേസായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അവർക്ക് എളുപ്പമാണ്. ഒരു കൂട്ടം മദ്യപാന്മാരെ പിടിച്ചാൽ 10 കേസ് അവിടെ രജിസ്റ്ററായി.
മനസ്സിലായില്ലേ? അത് അങ്ങനെയാണ് ഇവർ ഈ കേസിൻ്റെ എണ്ണം പെരുപ്പിച്ച് കാണിക്കുന്നത്. എന്തിനാണ് ഈ കേസിൻ്റെ എണ്ണം ഇങ്ങനെ ടാർഗറ്റ് വെച്ച് പെരുപ്പിച്ച് കാണിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഭയങ്കര രസകരമാണ്. അതെല്ലാവരും സ്വന്തമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. പോലീസിനോടായതുകൊണ്ട് എനിക്ക് കുറച്ച് പേടിയുണ്ടെന്ന് പറയും. പോലീസുകാർ അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ പിടിച്ചാൽ ഇടിക്കണം എന്നുള്ളത് പോലീസുകാരുടെ മാത്രം ബോധ്യമല്ല, ശരിക്കും ജനങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ജനങ്ങളാണ് നമ്മളുടെ നാട്ടിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസുകാർ അടിക്കുമ്പം അവരെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ പൊതുബോധ്യം പോലും നിലനിന്ന് പോകുന്നത്. ഇപ്പം ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരു പോലീസുകാരനും ഒരു പോലീസ് സ്റ്റേഷനിലുള്ള ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന് പോലും ഏത് കേസിൽ പിടിക്കുന്ന പ്രതിയെയും കായികമായി ആക്രമിക്കാനുള്ള ഒരു തരത്തിലുള്ള നിയമപരമായ ഒരു തരത്തിലുള്ള അനുവാദവും ഇല്ല. അടിക്കാനോ പിടിക്കാനോ തെറി പറയാനോ ഒന്നും പറയാൻ പാടില്ല. പക്ഷേ പോലീസുകാർ കോടതിയിലെത്തുന്നതിന് മുമ്പ് ശിക്ഷ വിധിക്കുകയാണ്. പീഡനത്തിൽ കിട്ടിയ ആളുടെ ശിക്ഷ ഇതാണ്. പീഡനത്തിലൊക്കെ പ്രതിയാകുന്ന ആളുടെയാണ് ജനനേന്ദ്രിയത്തിൽ പച്ചക്കറിക്കിൽ കുത്തിക്കയറ്റുക, മുളക് പൊടി വാരി വിതറുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ കോടതി പോലും ശിക്ഷ വിധിക്കാത്ത ഒരു കേസിൽ, അല്ലെങ്കിൽ കോടതി കുറ്റവാളിയാണെന്ന് പോലും പറയുന്നതിന് മുമ്പേ പോലീസുകാർ ശിക്ഷ നടപ്പാക്കുകയാണ്. ഇത് കൂട്ട് കൈയടിക്കുകയും ചെയ്യും ആൾക്കാർ. യഥാർത്ഥത്തിൽ ഇത് ശരീഅത്ത് നിയമത്തിനോട് സമാനമായൊരു നിയമമല്ലേ? കണ്ണിന് കണ്ണ് ഒരുത്തനെ കൊന്നാൽ അവനെ സ്റ്റേഷനിട്ട് ഇടിച്ചു കൊല്ലുക അല്ലേ? ഇത് ശരിക്കും സൗദി അറേബ്യയിലെ നിയമം നടപ്പിലാക്കുകയാണ് കേരളത്തിലെ പോലീസുകാർ. പോലീസ് രാജ് എന്ന് പറയുന്നു. ജേക്കബ് പുന്നൂസ് എന്ന് പറഞ്ഞിട്ടുള്ള പഴയ പോലീസ് മേധാവി പണ്ട് പറഞ്ഞിട്ടുണ്ട്, പോലീസുകാർക്ക് എത്ര സമ്മർദ്ദം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ആ സമ്മർദ്ദങ്ങൾ തീർക്കേണ്ടത് ജനങ്ങളുടെ നെഞ്ചത്ത് കയറിയിട്ടല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാണ് പോലീസുകാരെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് രാഷ്ട്രീയം. ഏത് കക്ഷി ഭരിച്ചാലും ഏത് മുന്നണി ഭരിച്ചാലും പോലീസ് സംരക്ഷിക്കപ്പെടും. ആ മുന്നണിയാൽ സംരക്ഷിക്കപ്പെടും പോലീസ്, അതവർക്ക് ഉറപ്പുണ്ട്. ആ മുന്നണി ഭരിക്കുമ്പോൾ എതിർ മുന്നണിയിലെ ആളുകളെ ആക്രമിക്കാനും പീഡിപ്പിക്കാനും ഇവർ ആഹ്വാനം ചെയ്യുകയും ചെയ്യും. അത് പോലീസുകാർക്ക് അനുസരിക്കേണ്ടിയും വരും. അപ്പം രാഷ്ട്രീയവും പോലീസുകാർ ഈ മോശമായി പെരുമാറുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണമാണ്. ഇനി ശ്രീരാം വെങ്കിട്ടരാമനും സാധാരണ ജനങ്ങൾക്കും ഒരേ നീതിയാണോ നടപ്പിലാക്കുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കുക. പോലീസുകാർ യഥാർത്ഥത്തിൽ പെരുമാറുന്നത് ജനാധിപത്യപരമായിട്ടാണോ? ഇരട്ട നീതിയാണ് പോലീസുകാർ നടപ്പിലാക്കുന്നത്. സ്വാധീനമുള്ളവനും പണമുള്ളവനും രാഷ്ട്രീയത്തിൽ പിടിയുള്ളവനും ഒക്കെ ഒരു നീതിയും, ഇതൊന്നുമില്ലാത്ത സാധാരണക്കാരായ നമ്മളെപ്പോലുള്ളവർക്ക് വേറൊരു നീതിയാണ്. ശ്രീരാം വെങ്കിട്ടരാമൻ്റെ സമയത്ത് ക്യാമറകൾ ഓഫായി പോയതൊക്കെ നമ്മൾ കണ്ടു. നമ്മളുടെ കാര്യത്തിലാണെങ്കിൽ ഒരു ക്യാമറ എക്സ്ട്രാ ഫിറ്റ് ചെയ്തേനെ വരും. ഇപ്പം ബെൻസ് കാറിന് ഒരിക്കലും കൈ കാണിച്ച് വെട്ടിയടിക്കാറില്ല. ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ശ്രദ്ധിച്ചാൽ മതി. ബെൻസ് കാറോ ഒരു BMW ഒക്കെ വരുന്ന സമയത്ത് ഒരു പോലീസുകാരനും കൈ കാണിച്ച് വെട്ടിയടിക്കാറില്ല. സാധാരണക്കാരോ വല്ല ഓൾട്ടോ കാറോ ബൈക്കോ ഒക്കെ വരുവാണെങ്കിൽ കൈ കാണിച്ച് വെട്ടി അടിച്ചിരിക്കും. AC റോഡിലൊക്കെ പോയാൽ മതി, 4 സ്ഥലത്ത് നിൽക്കും. 4 പാലമുണ്ട്, 4 പാലത്തിൻ്റെയും താഴെ നിൽക്കും. ഈ AC റോഡിൽ തന്നെ കാണാം, വലിയ കാറുകളൊക്കെ ഈസി ആയിട്ട് കടന്നു പോകുന്നതും കാണാം. അപ്പം ഈ കസ്റ്റഡി മരണങ്ങളും മർദ്ദനങ്ങളുമൊക്കെ ഈ 2018 നടക്കുന്നുണ്ടോ? അതൊക്കെ പഴയതല്ലേ എന്ന് ചോദിച്ചാൽ ഒരാഴ്ചയ്ക്ക് അകത്ത് വന്ന ഒരു പത്രക്കട്ടിങ്ങാണ്. ഹൃദ്രോഗിയായ ഒരു നിരപരാധിയെ പോലീസിൽ കസ്റ്റഡിയിലെടുത്തു. മൂന്നാം മുറ ഏതൊക്കെയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത അതേ മുറകൾ തന്നെ. 21 ദിവസം ജയിലിലടച്ചു. മറ്റൊരു കാര്യമുള്ളത്, ഒരു ആളെ കസ്റ്റഡിയിലെടുത്താൽ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണമെന്ന് നിയമമുള്ളതാണ്. എത്ര പേര് അങ്ങനെ ഇടമറുകിൻ്റെ ആ ജയിലിൻ്റെ അനുഭവക്കുറിപ്പിൻ്റെ പേര് തന്നെ പോലീസ് കസ്റ്റഡിയിൽ 58 മണിക്കൂറെന്നാണ്. 58 മണിക്കൂറൊന്നും അങ്ങനെ ആരെയും കസ്റ്റഡിയിൽ നിന്ന് വെക്കാൻ നിയമപരമായിട്ട് ഇവിടെ പറ്റില്ല. പക്ഷേ പോലീസുകാർക്ക് എന്ത് നിയമം? അപ്പം ഇത് തുടരുക തന്നെ ചെയ്യും. എത്ര കാലം പോലീസ് ഉണ്ടാകുമോ, ഈ പൊതുബോധം എത്രത്തോളം അതിനെ സപ്പോർട്ട് ചെയ്ത് പോകുമോ അത്രയും കാലം ഈ പോലീസ് മർദ്ദനങ്ങളും ഈ തെറിവിളികളും തുടർന്ന് തന്നെ പോകും. ശ്രീരാം വെങ്കിട്ടരാമനും നമുക്കും ഒരേ നീതി നടപ്പിലാകുന്ന ഒരു കാലം എന്നെങ്കിലും വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പറയുന്നത് പോലെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരൻ്റെ നെഞ്ചത്ത് കത്തി കൊണ്ട് കുത്തിയ വിപ്ലവ നേതാക്കൾ പബ്ലിക് SMS വഴി പോലീസിലേക്ക് കയറുന്ന കാലമാണ്. അപ്പം ഇതൊക്കെ നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം എന്ന് മാത്രം പറയുന്നു. നന്ദി. ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് എന്നെ സഹായിച്ച എൻ്റെ കൂട്ടുകാർക്കും ആലപ്പുഴ എസൻസിലെ പ്രവർത്തകർക്കും സുരൻ നൂറനാട്ടുകാരിക്കും പ്രത്യേകം നന്ദി പറയുന്നു.
എസൻസ് റിലീസ് ചെയ്യുന്ന വീഡിയോകൾ എത്രയും വേഗം ലഭിക്കുന്നതിന് ന്യൂറോൺസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.